എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ബാങ്കിലോട്ട് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് അതിലുള്ള ബാലൻസ് നിങ്ങൾക്ക് ബാങ്കിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. മുന്നേയുള്ള ഓപ്ഷൻസായ ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ള രണ്ട് ഓപ്ഷൻസ് വഴി നിങ്ങൾ എങ്ങനെ ചെയ്തു ആ ഒരു സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ₹1 പോലും ഫീസ് വരുന്നില്ല. 100% എമൗണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അതും ട്രസ്റ്റഡുള്ള റേസർ പേ കമ്പനിയാണ് ഈ പേയ്മെൻറ്റൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ ഈ നെക്സ്റ്റ് എന്ന ഭാഗത്ത് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ശേഷം നിങ്ങൾ എൻ്റർ എമൗണ്ട് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് എത്രയാണോ എമൗണ്ട് വേണ്ടത് ആ എമൗണ്ട് കറക്റ്റായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. രണ്ടാമതായിട്ട് ഇമെയിൽ ഐ ഡി എന്ന ഭാഗത്ത് ഇമെയിൽ ഐ ഡി കറക്റ്റായിട്ട് നിങ്ങൾ ഏതാണോ ഇമെയിൽ ഐ ഡി ജെനുവിനായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഇമെയിൽ ഐ ഡി കറക്റ്റായിട്ട് കൊടുക്കുക. കാരണം അതിലായിരിക്കും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യുന്നത് അതിലായിരിക്കും. പിന്നെ ഈ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ ബാങ്കിലോട്ടാണ് അയക്കുന്നത് ആ ഫ്രണ്ടിൻ്റെ മൊബൈൽ നമ്പർ ആരുടെ വേണമെങ്കിൽ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഉള്ളത് അക്കൗണ്ട് നമ്പറാണ്. അക്കൗണ്ട് നമ്പർ കറക്റ്റായിട്ട് നിങ്ങൾ ഒരിക്കലും തെറ്റിപ്പോകാതെ ഈ രണ്ട് കാര്യങ്ങളാണ്. ഇമെയിലും മൊബൈൽ നമ്പറും തെറ്റിയാലും താഴെയുള്ള അക്കൗണ്ട് നമ്പറും IFSC കോഡും ക്രോസ് ചെക്ക് 10 ടൈംസ് എങ്കിലും ക്രോസ് ചെക്ക് ചെയ്യുക. കാരണം അതിലേക്കായിരിക്കും ഇത് ചെയ്യുക. നമുക്ക് പിന്നീട് അത് റീ എഡിറ്റ് ചെയ്യാനോ ഒന്നിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ അല്ല. ഇത്തരം കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ട്രാൻസ്ഫർ എമൗണ്ട് എന്ന ഭാഗത്ത് നിങ്ങൾ എൻ്റർ ചെയ്ത എമൗണ്ട് അടക്കം ഇവിടെ കാണും. ശേഷം ഈ ട്രാൻസ്ഫർ എമൗണ്ട് എന്ന ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് റേസർ പേയുടെ പേയ്മെൻറ്റ് പേജിലോട്ട് നിങ്ങൾ പോകും. ഞാനിവിടെ ഒരു ₹30,000 ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഓൾറെഡി ഇതിന് എമൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ശേഷം ട്രാൻസ്ഫർ എമൗണ്ട് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ റേസർ പേയുടെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിന്നാണ് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടക്കാനുള്ളത്. ഇവിടെ നമുക്ക് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കാർഡെന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാർഡ്, EMI രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ EMI എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഈ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിലുള്ള കാർഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ EMI ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് എടുക്കാൻ പറ്റും. അതായത് ആ ട്രാൻസ്ഫർ ആയ എമൗണ്ട് EMI ആയിട്ട് അടക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളെല്ലാവരും നോക്കുന്ന കാര്യം കാർഡ്സ് ഓപ്ഷൻ വഴിയാണ് ഡയറക്റ്റ് കാർഡിൽ നിന്ന് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആഡ് ന്യൂ കാർഡ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കാർഡ് നമ്പർ അടിക്കുക. അതിൻ്റെ എക്സ്പയറി ഡേറ്റും ഇയറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ CVVയും കൂടി എൻ്റർ ചെയ്തിട്ട് ഈ കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു OTP പേജ്, വെരിഫിക്കേഷൻ പേജ് വരും. ആ വെരിഫിക്കേഷൻ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതായിരിക്കും. ഇൻസ്റ്റൻ്റ്ലി മീൻസ് ഒരു 10 മിനിറ്റിനുള്ളിൽ ട്രാൻസ്ഫർ ആകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റായിട്ട് പിന്നീട് കാണാം. ഗുഡ് ബൈ.